തിരനോട്ടം എന്ന് പറഞ്ഞൊരു ആശയം ഞങ്ങളുടെ ഇടയിൽ വരുന്നത്. ശരിക്കും ഇത് ഈ നമ്മുടെ അശ്വതി തിരുനാൾ അദ്ദേഹമാണ് അത് കൊണ്ടുവരുന്നത്. അശോകും ശശിയും ലാലും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ അശോകിനെ സംവിധാനം ചെയ്യാൻ തീരുമാനത്തിൽ. ഇവർ രണ്ടുപേരും കൂടെ അങ്ങനൊന്നുമില്ല, എല്ലാവരും കൂടെ തീരുന്നതെങ്കിൽ തീരുമാനിക്കുന്നത്. എൻ്റെ അത് ആർക്കും എൻ്റെ പറഞ്ഞില്ല. അപ്പോൾ ആർക്കും എന്തും ആവാമല്ലോ. നമ്മളിപ്പോൾ ഒരു കളിക്കാൻ കയറിയിരിക്കുമ്പോൾ നീ ഞാൻ കുതിര എന്നൊക്കെ പറയണമല്ലോ. അങ്ങനെ ആയതാണ്. അപ്പം എന്നെ പിടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. അപ്പം ലാൽ അതിൻ്റെ അകത്തൊരു റോൾ ചെയ്യുന്നു. അപ്പം പ്രിയനപ്പം ഞങ്ങളുടെ കൂടെ ആയിട്ടില്ല. എന്ന് വെച്ചാൽ പ്രിയന് പഠിച്ചു ARൽ ചില ഈ കോൺട്രാക്റ്റും ഒക്കെ ആയിട്ട് പ്രിയൻ നടക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളിതിൻ്റെ കാര്യമായിട്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ കോഫി ഹൗസിൽ ചെന്നിരിക്കുമ്പോൾ പ്രിയൻ അപ്പുറത്തിരുന്നുകൊണ്ട് ഇവന്മാർക്ക് എന്ത് സിനിമ അറിയാൻ, ഇവന്മാരെന്ത് ചെയ്യാൻ പോണു പറഞ്ഞ് ഞങ്ങളെ തെറി പറയാനാണ് പ്രിയൻ്റെ ജോലി. അപ്പം ഞങ്ങളിത് ഒപ്പിച്ചെടുക്കുന്ന പ്രിയൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം സിനിമ ഞങ്ങൾ ഒരു പ്രൊഡ്യൂസറെ കിട്ടി. അങ്ങനെ പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞിട്ട് ഈ പാച്ചല്ലൂരുള്ള അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അദ്ദേഹം ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗമാണല്ലോ. അപ്പോൾ ഒരു 50,000 രൂപ മുടക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടെ പറഞ്ഞ് അങ്ങനെ പടം തുടങ്ങുകയാണ്. പടം തുടങ്ങി അതൊരു ആ കഥ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചാൽ കുറച്ച് ഈ എക്സിബിഷനിസം ഒരു പെർവേഷനുള്ള ഒരു പെണ്ണിൻ്റെ കഥയാണ്. അപ്പം അന്ന് ഈ അടൻസൊള്ളി പടങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങുന്ന സമയമാണ്. നമുക്കറിയാം ഇതിന് സർട്ടിഫിക്കറ്റേ കിട്ടും, അല്ലെങ്കിൽ അതിൽ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ കിട്ടൂ എന്നുള്ള അങ്ങനത്തെ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്ത് അതിൻ്റെ തീം അതായിരുന്നു. അപ്പം ഇത് രാവിലെ ഷൂട്ട് ചെയ്യും, വൈകിട്ടാകുമ്പോൾ ഇതെല്ലാം കൂടെ വലിച്ചു കയറി കളയും. അപ്പം ശരിയാവില്ല, പിടിക്കും. ഇപ്പം ലാലിൻ്റെ വീട്ടിലാണ് ഷൂട്ടിങ്. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സെപ്റ്റംബർ 3-ാം തീയതി എങ്ങാണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ലാൽ ആണ് ആദ്യം ഞങ്ങൾ ആറ്റുകാൽ കോവിലിൽ വെച്ച് ഷോട്ട് എടുത്തത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ അന്ന് ലാലിൻ്റെ ഉടമകളുടെ വീട്ടിലാണ് ഞങ്ങളുടെ ഒത്തുകൂടൽ. അപ്പോൾ അവിടെ ഷോട്ട് എടുക്കുന്നു. ലാൽ ഒരു സൈക്കിളിൽ വന്ന് ചവിട്ടി വന്ന് വീഴുന്നതാണ് സീൻ. ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം വളരെ, അതായത് ബുദ്ധിമാന്യമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ റോളാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്യാമറ വെക്കുന്നത് ഞാനാണ്. കുമാറാണ് ക്യാമറമാൻ, അശോക് ഡയറക്ടർ, ലാൽ അഭിനയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ അന്നത്തെ പോലെ അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ പോകണം. അവിടെ നിന്ന് വടവമോള് ജംഗ്ഷനിൽ നിന്ന് ബസ് കയറി തിരിച്ച് വന്ന് ഞാൻ സ്റ്റാച്യൂവിൽ ഇറങ്ങി രാത്രിയിൽ പിന്നെയും വെളുപ്പാങ്കാലം തിരിച്ചു പോകും. ചിലപ്പോൾ ലാലിൻ്റെ വീട്ടിൽ കിടക്കും. അങ്ങനെ ഒരു ഇതായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഇതിങ്ങനെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് താനും നിന്നുപോയി, കാശില്ലാതെ. പിന്നെ അവസാനം ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള ചിന്തയെ ആരും പൈസ മുടക്കാൻ ആരും വരുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റുകൾ രവികുമാറും സത്താർ ഒരു ചെറിയ റോള്. രവികുമാർ അന്ന് വലിയ ആർട്ടിസ്റ്റാണ്. അദ്ദേഹം മാത്രം വന്ന് 1-2 സീൻ അഭിനയിച്ചിട്ട് പോയതല്ലാതെ ഇതിൻ്റെ അകത്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകാനൊരു വഴിയില്ലാണ്ടായി. അങ്ങനെ കൊല്ലത്തെ തിരുവങ്കടം മുതലാളിയെ പോയി കാണണം. അദ്ദേഹമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പടങ്ങൾ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്. തിരുവങ്കടം മുതലാളി അവസാനം ഒരു കണ്ടീഷനിൽ കുറേ നാൾ കയറി ഇറങ്ങി. ഞങ്ങളെല്ലാം അവിടെ ചെന്ന് ഇങ്ങനെ രാവിലെ മുതൽ ഇവിടുന്ന് ട്രെയിനിൽ കയറി അവിടെ ചെല്ലും. ഉച്ചയാകുമ്പോഴത്തേക്ക് പുള്ളി നമ്മൾ പോയി ഊണൊക്കെ കഴിച്ചിട്ട് വരാൻ പറയും. ഞങ്ങളവിടെ എങ്ങാനും കയറി വല്ല പരിപ്പ് കടയൊക്കെ കഴിച്ച് അവിടെ ചെന്നിക്കും. അങ്ങനെ അവിടെ ചെന്ന് കാത്തു കെട്ടിക്കിടന്ന അവസാനം തിരുവങ്കടം മുതലാളി സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു പൈസയും തരൂല, നിങ്ങൾ ഇത് പോയി ഇത് തീർത്ത് കൊണ്ടുവരണം. മദ്രാസിൽ പോകണമെങ്കിൽ മദ്രാസിൽ പോയാൽ അവിടെ സ്വാമി ശിവാജി പോയി താമസിക്കാം. നിങ്ങൾക്ക് രാവിലെ വണ്ടി വരും. AVM സ്റ്റുഡിയോയിൽ പോയാൽ അവിടെ ചാപ്പാടുണ്ടാവും. തിരിച്ച് വരാനുള്ള വണ്ടി ഉണ്ടാവും. വണ്ടിക്കൂലിയും നിങ്ങളുടെ തരൂല. അവിടുന്ന് പ്രൊഡക്ഷൻ മാനേജർ ടിക്കറ്റ് എടുത്ത് തരും. പറഞ്ഞ ഒറ്റ പൈസ. അതായത് പുള്ളി പേടിച്ചു. നമ്മൾ പറഞ്ഞ പീക്കറി പിള്ളേർ അറിയില്ല, അതുപോലെ കുറേ എണ്ണം. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. അപ്പം നമുക്ക് പൈസ ഒന്നും അല്ല എന്നൊരു പ്രശ്നം. അത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഷെഡ്യൂൾ ഇവിടെ ഷൂട്ട് ചെയ്ത്, ഇവിടെ ശംഖുമുഖത്ത് ഇവിടെയൊക്കെ പാട്ട് MG രാധാകൃഷ്ണനെ കൊണ്ട് 2 പാട്ടൊക്കെ ട്യൂൺ ചെയ്ത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഫൈനലായിട്ട് തിരുത്തണം. അങ്ങനെയാണ് പ്രിയൻ ഇതിൻ്റെ അകത്ത് വരണം. അപ്പോൾ പ്രിയൻ വരണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നുവെച്ചാൽ പ്രിയൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അവിടുത്തെ ഇതങ്ങ് പോകും. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും.
അങ്ങനെ പ്രിയൻ കയറി വരുന്നു. ഞാനും പ്രിയനുമായിട്ട് കണ്ടാൽ ഉടക്കാണ്. അപ്പോൾ അങ്ങനെ ഇത് ഒരു പരുവെത്തി ഞങ്ങളിതെല്ലാം തീർന്നു. ഞങ്ങളെല്ലാം കൂടെ മദ്രാസിൽ പോകാൻ തീരുമാനിച്ചു. മദ്രാസിൽ പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ ഞാനങ്ങനെ വളരെ ത്രില്ലടിച്ചിരിക്കുകയാണ്. മദ്രാസിൽ പോകണം, ഡബ്ബിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് മദ്രാസിൽ പോകാനൊക്കെ പറയും. അപ്പം ഉച്ചയപ്പോൾ ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർ ഒന്നും സുഖമില്ലാതെ ഈ നമ്മുടെ ഗോവിന്ദൻസിൻ്റെ നഴ്സിംഗ് ഹോമിൽ ഇവിടെ കോൺവെൻറ്റ് അദ്ദേഹം കിടക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ അവിടുന്ന് ഫോണിൽ വിളിച്ചു. അന്ന് മൊബൈലൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു സുരേഷ് ഒന്ന് ഇതുവരെ വരണം എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ ലാൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പോകാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സുരേഷിന് ടിക്കറ്റ് ബുക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് ഇല്ലേ. അപ്പം അത് പ്രിയം പോയാൽ മതി ഇന്ന്. അപ്പോൾ അശോക് നേരത്തെ പോയി. പ്രിയം വന്നാൽ മതി, സുരേഷ് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ ഞാൻ ഇത്രയും ബാക്കി എല്ലാവർക്കും ടിക്കറ്റും ബുക്ക് ചെയ്ത് എനിക്ക് പോകാനും വയ്യാത്ത സ്ഥിതിയായി. അത് പ്രിയം വന്ന് ക്ലീനായിട്ട് വെട്ടി നിരത്തി. സുരേഷ് ചേട്ടാ അതെങ്ങനെ മാനേജ് ചെയ്തു? പോയില്ലേ? അല്ല, ഞാൻ പറഞ്ഞു അപ്പം പാച്ചൻ്റെ ശശി സുരേഷ് ഒരു കാര്യം ചെയ്യും, സുരേഷ് ടിക്കറ്റ് എടുത്ത് വാ, അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് വിഷമൊക്കെ പറഞ്ഞ് പൈസയൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഞാൻ ലാലും കൂടെ സ്കൂട്ടറിൽ പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞങ്ങളന്ന് തമ്പാനൂർ രൂപ ബുക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. ഇനി 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റാണ്. 2nd ക്ലാസ്സും AC ഒന്നും ഇല്ലല്ലോ. അന്ന് നമ്മൾ 38 രൂപയാണ് ടിക്കറ്റ്. 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പേപ്പറൊക്കെ വിരിച്ച് ആ ഫുട്ബോളിൽ എന്നാലും സിനിമയ്ക്ക് വേണ്ടി പോവാണ്. അത് തന്നെ ഞങ്ങൾ സന്തോഷത്തിനൊരു ബിയറൊക്കെ വാങ്ങിച്ച് ആദ്യമായിട്ട് പോവാണ്. അത് ഞങ്ങൾ ഭയങ്കര ഒരു ഭയങ്കര ത്രില്ലിങ് ട്രിപ്പായിരുന്നു. അത് ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പ്രിയനും അശോകും വിളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അന്ന് ഫോണൊന്നുമില്ല. പച്ചലൂർ ശശിയുണ്ട്, ഞാനുണ്ട്, ലാലുണ്ട്, പിന്നെ വേറെ 2 വില്യം ഡിക്രൂ സാറുണ്ട്, വേറൊരു നാഗപ്പൻ നായർ എന്ന് പറഞ്ഞ വേറൊരു ആർട്ടിസ്റ്റ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ദൂരെ നിന്ന് എന്നെ കണ്ടിടമോ അപ്പോൾ എന്നെ അവിടെ ഒരാൾ കൂടുതലായാലും അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജർ പ്രശ്നമാണ്. അങ്ങേരാണെങ്കിൽ ഒരു വെള്ളമില്ലായിട്ട് രാവിലെ വന്ന് നിൽക്കും. അത് ഈ ആളെ കയറ്റി ക്യൂവിൽ ആളെ കയറ്റി വിടണമല്ല ആളെ കയറ്റി. എന്നെ കണ്ട് ഇപ്പോൾ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല. പ്രിയനും മിണ്ടുന്നില്ല, ആരും മിണ്ടും. ഞാൻ മിണ്ടാനും പോയില്ല. എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. ഒരു ടാക്സി കയറി ഞങ്ങൾ നേരെ സ്വാമി സ്വാജി ചെന്നിറങ്ങും. അപ്പോൾ അവിടെ ചെന്നിട്ടും ആരും എൻ്റെ അടുത്തൊന്നും സംസാരിക്കുന്നു. അപ്പോൾ ലാലുണ്ട്, നീ ചുമ്മാ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ വലിയ വിഷമമായിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ടെറസിൽ ഒരു മെയിനായിട്ടൊരു ടെറസുണ്ട്. ടെറസ് കഴിഞ്ഞാണ് ബാത്റൂം, അതിൻ്റെ അപ്പുറത്തെ എൻ്റെ റൂം. അപ്പോൾ ഞാനിങ്ങനെ കുളിക്കാൻ കയറി ബാത്റൂമിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇവർ ഇപ്പുറത്ത് ലാലിനെ ചീത്ത പറഞ്ഞു, നിൻ്റെ അടുത്ത് ആരുടെ പറഞ്ഞു ഇവനെ വിളിച്ചോണ്ട് വരാം. അവൻ പറഞ്ഞു ഇവൻ വന്നോണ്ട് നിങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞു, അവൻ കൂടെ വന്നോട്ട് അവനല്ലേ ജോലി ചെയ്തതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അശോക് ചീത്ത പറയാണ് ലാലിന്. അപ്പോൾ ഞാൻ സത്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. ഈ ബാത്റൂമിനകത്ത് ഞാൻ ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ ഞാനിത് വിട്ടു. ഞാൻ ഒന്നും മിണ്ടില്ല. ഞാൻ ആഹാരം കഴിക്കാൻ വന്നപ്പോഴാണ് സംസാരിക്കുന്നില്ല. നേരെ വണ്ടി കയറാൻ നേരത്ത് AVM സ്റ്റുഡിയോയിലോട്ട് പോകണം. ആദ്യമായിട്ടൊരു സിനിമയുടെ എഡിറ്റിംഗ് ശങ്കുണ്ണിയേട്ടൻ എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ശങ്കുണ്ണിയേട്ടൻ ഏറ്റവും വലിയ എഡിറ്ററായിരുന്നു. അപ്പം ഞാനവിടെ AVM സ്റ്റുഡിയോയുടെ ഈ കാറിനകത്തിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഭയങ്കര വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിലും ആ AVM സ്റ്റുഡിയോയിലോട്ട് ആ കാറിങ്ങനെ കയറുമ്പം നാരായണൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറാണ് ഈ വണ്ടി ഓടിക്കുന്നത്. പഴയ ടാക്സിയാണ്, സ്റ്റാൻഡേർഡ് പഴയ ഒരു വണ്ടി. ഇതിങ്ങനെ പോകുമ്പോഴത്തേ ആ AVM സ്റ്റുഡിയോയുടെ ആ ഗോളം ഇങ്ങനെ AVM തിരിയുന്ന കാണുമ്പോഴത്തേക്ക് നമ്മളെ പ്രതീക്ഷകൾ, അതായത് നമ്മൾ സിനിമാ ലോകത്തേക്ക് നമ്മളും കയറുകയാണെന്നുള്ള, ശരിക്കും നമ്മളിപ്പോൾ അത് കാണിക്കണമെങ്കിൽ ഒരു 10-50 ഷോട്ട് എടുക്കേണ്ടി വരും. നമ്മൾ സ്ലോ മോഷനിൽ തിരിയുന്നതും അത്ര അത് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഇതിൻ്റെ അകത്തോട്ട് കയറി അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ആ എഡിറ്റിംഗ് റൂമിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എഡിറ്റിംഗ് റൂം ഇങ്ങനെ കടന്ന് പഴയ മൂവികൾ ഓടുന്ന സൗണ്ടുകളാണ് ഇങ്ങനെ കേൾക്കുന്നത്. ആ കോറിഡോർ മുഴുവൻ മൂവികൾ. അപ്പോൾ അവിടെ അന്ന് പഴയ നാരായണേട്ടൻ, ശങ്കുണ്ണിയേട്ടൻ, കൃഷ്ണേട്ടൻ, പിന്നെ നമ്മുടെ ഭൂമിനാഥൻ, അങ്ങനെ സീനിയറായിട്ടുള്ള എല്ലാ എഡിറ്റർമാരും. ഭൂമിനാഥൻ അന്ന് ആരുടെ ജൂനിയറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു 7-8 എഡിറ്റിംഗ് റൂംസ് ഉണ്ട്. അവിടെ ഇങ്ങനെ കടകടാന്ന് സൗണ്ട് കേൾക്കും. അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്കുകളൊക്കെ ഇരിപ്പുണ്ട്. അന്നത്തെ OK റിപ്പോർട്ട്, മറ്റേത് മറിച്ചത് കാര്യങ്ങൾ. ഇവരുടെ കയ്യിലൊന്നും ഒരു ചുക്കുമില്ല. അപ്പം അശോക് ഇവിടെ നേരെ വണ്ടി കയറി അങ്ങ് പോയി.
അപ്പോൾ ഇതെല്ലാം എടുത്താണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഓരോന്നായിട്ട് അന്ന് ഡബ്ബിങ് തുടങ്ങുകയാണ്. അപ്പോൾ ഡബ്ബിങ്ങിന് ലൂപ്പ് കട്ട് ചെയ്യണം. ഇന്നത്തെ പോലെ ഇങ്ങനെ അടിച്ചാൽ തിരിച്ച് വരത്തൊന്നുമില്ല, ഓരോ ഷോട്ട് ബൈ ഷോട്ട് സീരിയൽ വൈസ് 1 2 അങ്ങനെ ഇടണം. അപ്പോൾ ഇത് ഇരുന്ന് കട്ട് ചെയ്ത് ഇത് ചുരുട്ടി അപ്പോൾ ഇവർക്കാർക്കും ഇതിലൊന്നും താല്പര്യമൊന്നുമില്ല. ഞാൻ അവിടെ ഇതിരുന്ന് ശങ്കുണ്ണേട്ടൻ്റെ കൂടെ ഇരുന്ന് അപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു റീല് നമ്മുടെ ഇടുന്നതിൻ്റെ ഇടയിൽ ഒരു റീല് ജോഷിയേട്ടൻ്റെ, ഒരു റീല് ശശികുമാറിൻ്റെ, ഒരു റീല് രാജശേഖരൻ സാറിൻ്റെ, ഇങ്ങനെ ഓരോ പടങ്ങളിങ്ങനെ നടക്കുകയാണ്. അപ്പം അവരൊക്കെ മാറുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു റീൽ എപ്പോഴെങ്കിലും നമ്മുടെ ഇടത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു സിനിമ അല്ലെങ്കിൽ അങ്ങനെയാണ് അവരവിടെ കണ്ടത്. അത് മാത്രമല്ല വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഫുൾ ടൈം നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ AVM എഡിറ്റിങ്ങിൻ്റെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ വലിയ താരങ്ങൾ വന്നിറങ്ങണം, അവിടെ ഷൂട്ട് ചെയ്തിറങ്ങണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഫ്ലോറിൽ പോയി വായി നോക്കി. ഞാനും ലാലും കൂടെ ഞങ്ങളുടെ പരിപാടി ഇതായിരുന്നു, കമലഹാസൻ്റെ ഷൂട്ടിങ്, അവിടെ ഷൂട്ടിങ്, ഇവിടെ ഷൂട്ടിങ്. അപ്പോൾ ഇത് കാണാൻ പോവുക. അപ്പോൾ ഈ പ്രിയനും കൂടെ വരും, പക്ഷേ ഇവൻ എൻ്റെ സംസാരിക്കില്ല, എന്നോട് സംസാരിക്കും. അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഡബ്ബിങ്ങിന് ചെല്ലുന്നു. അപ്പം 3-4 ദിവസം ഇതായി. അപ്പം സംസാരമൊന്നും ആരുടെ അടുത്തില്ല. അപ്പം ഞാനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഡബ്ബിങ് തുടങ്ങാൻ സമയത്ത് നമ്മുടെ കുളത്തുപുഴ രവിയാണ് ഡബ്ബിങ്ങിനായിട്ട് വരുന്നത്. ഇപ്പോഴത്തെ ഭാഗ്യലക്ഷ്മി അന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ പാവാടയൊക്കെ ഇട്ട് ഭാഗ്യലക്ഷ്മി, പിന്നെ അമ്പിളി, രവിയേട്ടൻ, കുളത്തുപുഴ രവി. അന്ന് മ്യൂസിക്കൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ വന്ന് ഓരോ ലൂപ്പ് ഇടുമ്പോഴത്തേക്ക് നോക്കിയിട്ട് ഡയലോഗില്ല, സ്ക്രിപ്റ്റ് ഇല്ലല്ലോ ഇവരുടെ കയ്യിൽ, സ്ക്രിപ്റ്റൊന്നുമില്ല. രാവിലെ കയറി ഡബ്ബ്. അപ്പോൾ ഇയാൾ സ്ക്രിപ്റ്റ് എവിടെ? അപ്പം ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നേരെ ചെന്ന് വലിയ സ്ക്രീനല്ലേ, സ്ക്രീനിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ലിപ്പ് നോക്കി പിടിക്കുക. അപ്പോൾ അപ്പം എനിക്കാണെങ്കിൽ ഇത് മുഴുവൻ കാണാൻ പാടാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഞാൻ പതുക്കെ പറഞ്ഞു കൊടുത്തു തുടങ്ങി. അപ്പം പുള്ളിക്കും വലിയ സന്തോഷമായി. അതിക്രമിച്ച് കയറി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഓരോ ഡയലോഗ് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഒരു ദിവസം മുഴുവൻ എടുത്താൽ ഒരു സെൻറ്റൻസ് പറയാൻ ഒക്കില്ല. ഈ കംപ്ലീറ്റ് സാധനവും നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്ഥിതി. അപ്പം പിന്നെ സംസാരമായി. പിന്നല്ലാതെ പിന്നെ അവിടെ ഇരുന്നോണ്ട് ഇപ്പോഴും ഞാൻ പറയും, പ്രിയനും സമ്മതിക്കുമല്ലോ, പിന്നെ ഞാൻ വെട്ടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നുണ്ട്. ഞാൻ ഈ തിരുനോട്ടത്തിൻ്റെ സമയത്താണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ, പിന്നെ ഞങ്ങൾ ഭയങ്കര ഇതായത് സിനിമ കാണാൻ പോക്ക്, അത് ഇത് എല്ലാം പഴയ രീതിയിലായി.